ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് മഷ്റൂം കൊണ്ടൊരു മിക്സർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? ചെയ്ത് നോക്കാം. ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു വെറൈറ്റി മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ മഷ്റൂമിനെ പറ്റി. ഞാൻ 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് മഷ്റൂമിനെ പറ്റി. വളരെയധികം ഗുണമുള്ള ഒരു ഇതാണ് മഷ്റൂം. ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ആൻറ്റി ക്യാൻസറസ് ആണ്. പിന്നെ ഞാൻ എടുത്തത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ഫ്രഷ് ക്യാരറ്റാണ്. പിന്നെ എടുത്തത് ഞാൻ 2 പച്ചമുളക്, പിന്നെ ഒരു സവാള. ഇത് നമുക്കൊന്ന് മെഴുക്കുവരട്ടി എടുക്കാം. ഓക്കെ, ഓരോന്ന് സെപ്പറേറ്റ് എടുക്കുന്നതിനേക്കാൾ നമ്മൾ ഇങ്ങനെ മിക്സഡായിട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും, കഴിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം പാൻ അടുപ്പിൽ വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് നമ്മുടെ സവാള അരിഞ്ഞതും പച്ചമുളക് കൂടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് വാടട്ടെ. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം. ഓക്കെ, ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒരുവിധം വാടി ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇനി നമുക്കിടത്ത് അടുത്ത ക്യാരറ്റ് ഇടാം. ഓക്കെ, ഞാൻ ക്യാരറ്റും പൊട്ടറ്റവും ഇട്ട് ഇത് 2 ഏകദേശം ഒരേ വേവാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ എല്ലാത്തിലൂടെ ഞാൻ ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഒന്ന് കുറച്ച് വേവുണ്ട്. ഒന്ന് വെള്ളം ഒന്നും ഒഴിക്കണ്ട, ചെറിയ തീയിൽ നമ്മൾ ആ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചിടാം. ഓക്കെ, തിരി കുറച്ചിടണേ, ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ 2 മിനിറ്റായി നമുക്ക് ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങ് എന്ത് വഴന്ന് നോക്കാം. ഓക്കെ, വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലോ, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇടണം. ഓക്കെ, എന്നിട്ട് കുറച്ചുകൂടെ വേവുണ്ട്. എന്നിട്ട് നമുക്കിതിങ്ങനെ മൂടിക്കെട്ടി വെക്കാം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്ക് അപ്പം നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം വെന്ത് നമുക്കൊന്ന് ഇളക്കില്ല. അടിക്കൊന്നും പിടിച്ചിട്ടില്ല, വെള്ളവും നമ്മൾ ചേർത്തില്ല. ഇനി നമുക്ക് എന്താ ചെയ്യണം, കുറച്ച് പൊടികളാണ് ആഡ് ചെയ്യാൻ. ഞാൻ എടുത്തത് കാശ്മീരി മുളക് പൊടി, ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ പെപ്പർ, പിന്നെ കുറച്ച് നുള്ള് മഞ്ഞൾപ്പൊടി. എന്ന് വെച്ചാൽ ഈ മഷ്റൂമൊക്കെ ചേർക്കണമല്ലോ. ഇത്രയും മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം കേട്ടോ, അതൊക്കെ ചേർക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് സോട്ട് ചെയ്ത്, വേറെ എണ്ണയൊന്നും ആഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഇനി നമ്മൾ മഷ്റൂം ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ഇതാദ്യം ഒന്ന് ഈ മസാലകളൊക്കെ ഈ എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റാണ് മെഴുക്കുവരട്ടി. ഓക്കെ, ഇനി നമുക്ക് ആ മഷ്റൂം ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളം കൊണ്ട് ബാക്കിയുടെ ഇതിന് വെന്തോളും. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ, എന്നാൽ വളരെ ടേസ്റ്റും. ഒരേ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഓക്കെ, ക്ഷമയോടെ നമുക്ക് അടച്ചിട്ട് ചെറിയ സിമ്മിലിട്ടാൽ മതി. ഓക്കെ, നമുക്ക് മഷ്റൂം ഇടാം. ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞ് ഇനി നമുക്ക് മഷ്റൂം കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം. ഇനി നമുക്ക് ഒട്ടും വെളിച്ചെണ്ണ വേണ്ടതെന്ന് വെച്ചാൽ ഈ മഷ്റൂമിന് വെള്ളം ഇറങ്ങും. ഒരു കാര്യമേ ചെയ്യാവൂ, അടച്ച് വെക്കണം. രണ്ടാമത് ചെറിയ തീയിൽ വെക്കാവും, ഫ്ലെയിം കുറച്ച് വെക്കണം. എന്ന് വെച്ചാൽ ഇത് അടിക്ക് പിടിക്കാതെ നമ്മൾ അങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റാണിത്. ഓക്കെ, അപ്പം ഒരേ സാധനം തന്നെ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ മിക്സഡ് മെഴുക്കുവരട്ടിയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിക്കുകയും ചെയ്യും. മഷ്റൂമിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനുണ്ടല്ലോ, നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് കൊത്തി അടച്ച് വെച്ചേക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇളക്കാം. ഓക്കെ, അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്നുകൂടി നോക്കിക്കളയാം. എന്താ, ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചില്ല, ഇതിന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഈ നമ്മുടെ മഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഴുക്കുവരട്ടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. വലിയ മസാലകളും ഇല്ല, എന്നാൽ ആവശ്യത്തിനുള്ള മസാലകളുണ്ട്. നല്ല മണവുമാണ്. ഓക്കെ, ഇതിന് കുറച്ചുകൂടുന്ന ആ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ മെഴുക്കുവരട്ടിയാണ്. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. നമ്മുടെ മഷ്റൂമൊക്കെ വെന്ത് വെള്ളം ഐഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ വെള്ളം എല്ലാം പറ്റി തന്നെ പെർഫെക്റ്റ് ആയി കേട്ടോ. സൂപ്പർ. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ മഷ്റൂം മിക്സഡ് മെഴുക്കുവരട്ടി. മഷ്റൂമും ക്യാരറ്റ്, നമ്മുടെ പൊട്ടറ്റോ എല്ലാം കൂടെ ചേർന്നൊരു മിക്സഡ് മെഴുക്കുവരട്ടി. വളരെ ടേസ്റ്റാണ്, വളരെ ഗുണവുമാണ്. നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ചേർത്തില്ല. ആ ഒരു വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ പാചകം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യുക, സബ്സ്ക്രൈബ്, വാച്ച്, ഷെയർ
ഒപ്പം ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.